മണ്ണാർക്കാട് പിടിക്കാൻ നിങ്ങൾക്ക് കൂട്ടുകാരായിരുന്നു, ഒരു മതപുരോഹിതനായിരുന്നല്ലോ. അദ്ദേഹം എന്നെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ വെല്ലുവിളി മതേതര സമൂഹം ഏറ്റെടുത്തു. നിങ്ങൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു, ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. നിങ്ങൾ കരുതി അങ്ങനെ ഒരു മതപുരോഹിതൻ പറഞ്ഞാൽ അവിടെ മതേതരവാദികൾ തോൽക്കുമെന്നോ? ഊർവശി ശാപം ഉപകാരമായി എന്റെ ഭൂരിപക്ഷം കൂടി. നിങ്ങൾക്ക് ഇത് വല്ലാത്ത ഗതികേടായിപ്പോയി. ഇടതുപക്ഷക്കാര് പോലും എനിക്ക് വോട്ട് ചെയ്തു. എന്നോട് പറഞ്ഞു ജീവിതത്തിൽ കോണിക്ക് വോട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അമ്മ വലിയൊരു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾക്കാ വോട്ട് ചെയ്യണേന്ന് ഞങ്ങളോട് പറഞ്ഞ ഇടതുപക്ഷക്കാരുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ വോട്ടിൽ ഇതൊക്കെ ഉണ്ട്. ഈ യാഥാസ്ഥിക മൌലികവാദികളുടെ വോട്ടുണ്ട്, വർഗീയവാദികളുടെ വോട്ടുണ്ട്, തീവ്രവാദികളുടെ വോട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ 18 സീറ്റിൽ ശുദ്ധ മതേതര വോട്ടാണ് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി ഇവിടെ പറയാൻ സാധിക്കും സാർ. അതിൽ യാഥാസ്ഥിക മൌലികവാദികളുടെയും തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും വോട്ടില്ല എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. SDPIയും വെൽഫെയർ പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ നാമാവിശേഷമായി. അവർക്കൊക്കെ മുമ്പ് കിട്ടിയ വോട്ടിന്റെ പകുതി പോലും ഇപ്പൊ കിട്ടുന്നില്ല. എന്താ കാരണം? വോട്ടൊക്കെ നിങ്ങളുടെ പെട്ടിയിലേക്കാണ് പോയിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലീഗ് പാർട്ടി പുലർത്തി വന്നിട്ടുള്ള മതേതര നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് എന്ന കാര്യം ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നയപ്രഖ്യാപനത്തെ തുടർന്ന് ഇവിടെ വന്നിട്ടുള്ള നന്ദി പ്രമേയം, ആ നന്ദി പ്രമേയത്തെ എതിർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.